ഹായ് ഗൈസ്, അസ്സലാമലൈക്കും. അപ്പോൾ ദാ റംസാൻ ആറാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഇവിടം വരെ നമ്മൾ റംസാൻ എത്തി. ഇനി മുന്നോട്ട് എത്താനുള്ള ഭാഗ്യം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ എന്താന്നൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ കാരക്കന്നെ ഫസ്റ്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരക്ക എന്ന് പറയുന്ന സംഭവം എല്ലാ വീട്ടുകളിൽ കൂടിയും ഉണ്ടാവും അല്ലേ. അങ്ങനെ ദാ കാരക്ക 30 ദിവസം നമ്മൾ മേശപ്പുറത്ത് അങ്ങോട്ട് ഉണ്ടാവും. അങ്ങനെ ദാ എന്നത്തെയും പോലെ ആപ്പിളും മുന്തിരിയും. അങ്ങനെ ദാ നന്നാരി സർബത്ത് ഉണ്ട്. പിന്നെ വാട്ടർ മെലോൺ ഇല്ലാത്ത സംഭവം ദാതി ഈ ഐറ്റംസ് ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. കുടിച്ചിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇനി എന്നും അതുപോലെ ഉണ്ടാക്കണം എന്നുള്ളത്. അങ്ങനെ ഷമാം ജ്യൂസ് ഉണ്ട്. ഷമാമിൻ ജ്യൂസിനോട് എന്താണെന്നോ എനിക്ക് വലിയ താല്പര്യം ഇപ്പോൾ കുറഞ്ഞിട്ടോ. 6 ദിവസമായിട്ട് അതന്നെയല്ലേ. അങ്ങനെ ദാ ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് നോമ്പായാലൊക്കെ ഇങ്ങനത്തെ എരിവും പുളിയൊക്കെ കഴിക്കാനൊരു ആഗ്രഹം തോന്നൂല നോമ്പന്നതിന് ശേഷം. അപ്പോൾ അതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയും തൈരും അച്ചാറും പിന്നെ പറയണ്ടല്ലോ നമ്മളെ കട്ടൻ ചായ, അത് മെയിനാണ് കേട്ടോ. അങ്ങനെ ദാ നമ്മൾ പച്ചവെള്ളം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്ന് എൻ്റെ വീട്ടിൽ സ്പെഷ്യല്. അങ്ങനെ ദാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ വെള്ളങ്ങളൊക്കെ കുടിച്ച് വയറ് നിറച്ച് വീണ്ടും ഇരുന്നു കേട്ടോ. കുറച്ച് ഫുഡ് കഴിച്ചാൽ ബിരിയാണി ആകുമ്പോൾ കുറച്ച് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ ബിരിയാണിയും കട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണിയും കട്ടനൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടൊരു അനുഭവം. ഈ നോമ്പ് കാലം എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ്ങിൽ എല്ലാം കഴിച്ചതിൻ്റെ ശേഷം വായിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെ എരിവും പുളിയൊക്കെ കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ തെറ്റുകുറവങ്ങളൊക്കെ വീഡിയോസിലുണ്ടാകും. എല്ലാം ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.